ഹലോ ഗൈസ്, 2 ദിവസമായി വീഡിയോസൊന്നുമില്ല. കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, ബിസി ആയിപ്പോയി, പുതിയ ചാനലിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. നാളെ നമ്മുടെ പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വൈദവൈ രാത്രി ഇതെങ്ങാട്ടാണ് കുറ്റിയും പറിച്ച് പോണേന്ന് വെച്ചാൽ 93ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുകയാണല്ലോ. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ശിവഗിരി തീർത്ഥാടനം കാണാൻ പോണത് ഈ രാത്രിയിലെ. അല്ല, ഞാൻ ഒരു വട്ടം ശിവഗിരിയിൽ പോട്ടത്, ഇപ്പം 2ാമത്തെ തൊട്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പം തന്നെ പാദയാത്ര കുറേ ഉണ്ടായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂട്ടിയിൽ പോയത് നല്ല കാര്യം. ഓട്ടോയിലായിരുന്നെങ്കിൽ പിന്നെ രാവിലെ വെളുപ്പിനെങ്ങാനും നോക്കിയാൽ മതിയായിരുന്നു. അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു. സ്കൂട്ടിയിലായതുകൊണ്ട് വലിഞ്ഞു പിടിച്ച് എങ്ങനെയൊക്കെയോ അങ്ങോട്ട് പോകാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മൂക്കിന് ലൈറ്റുകളും അങ്ങനെ കുറേ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ആർച്ച് തോനേ ഉണ്ടായിരുന്നു. ഓരോ ജംഗ്ഷൻ എത്തുമ്പോൾ ഇത് കണക്ക് ആർച്ചുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ശിവഗിരി ഉത്സവം ഇന്നും കൂടി ഉള്ളൂ, ഇന്നത്തോടെ തീരും. രാത്രി പോണത് ഒരു വൈബല്ലേ. ലൈറ്റ് കാണാൻ പ്രതീക്ഷിച്ചു വരുന്നവർക്ക് അങ്ങനെ വലിയ ലൈറ്റ് സെറ്റപ്പ് ഒന്നുമില്ല. എന്നുവെച്ചാൽ ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പം ലൈറ്റ് മാല അങ്ങനത്തതൊക്കെയുള്ളു, അല്ലാതെ ദൈവത്തിന്റെ ഫ്രെയിം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് വെച്ച്, അതൊന്നുമില്ല. ഇത് ദൈവമല്ലല്ലോ, നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിന്റെ ഉത്സവമല്ലേ. നമ്മൾ പിന്നെ താഴോട്ട് നടന്നാണ് വണ്ടി മുകളിലെ വെക്കത്തുള്ളൂ. ഞാൻ ഒരാളെ കാണിച്ചിട്ട് ഇത് ആരാന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും മനസ്സിലാക്കണത് വേറൊരു കാര്യം. ഇനി ഇവിടെ മെയിനായിട്ടും കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഗെയിംസ് ശരിക്കും ഉണ്ടായിരുന്നു. ആ കാണിച്ച റിങ്ങിൻ്റെ ഗെയിം ഉണ്ടല്ലോ, അതിനകത്ത് 500 രൂപയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ അറിയാവുന്നവരാണെങ്കിൽ 500 രൂപയും കൊണ്ട് പോകാം. 500 രൂപയെന്നല്ല, റിയൽ 500 രൂപയാണ്. അത് 5 എണ്ണം അല്ല 10 എണ്ണം 50 രൂപയ്ക്കാണ് തരുന്നത്. 500 രൂപ സ്വാഭാവികം, 450 രൂപ നമുക്കുള്ളത്. 50 രൂപയ്ക്കാണല്ലോ റിങ് വാങ്ങിച്ചത്. അതിൽ 100 രൂപയുണ്ട്, 200 രൂപയുണ്ട്, 50 രൂപയുണ്ട്. ഇതിൽ ഒന്നിട്ടാൽ നമുക്ക് ഫുൾ ലാഭം തന്നെ. പിന്നെ അതിനകത്ത് ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ജെയിൻ വീലൊക്കെ ഉണ്ടായിരുന്നു. അത് ഗെയിംസ് ഒക്കെ അതിനകത്ത് കയറുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് കയറാൻ പറ്റി, ചേട്ടനൊന്നും വരൂല. അതിനകത്തൊന്നും കയറിയില്ല, നടന്നെല്ലാം കണ്ട് നടക്കാൻ തോനെ ഉണ്ടായിരുന്നു. കുറെ ഫുഡ് സ്പോട്ടുകൾ ശരിക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ ബജ്ജി, പിന്നെ നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് ബജ്ജിയൊക്കെ വാങ്ങിച്ചു തിന്നും, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടുത്തെ ഓഡിറ്റോറിയം ഭയങ്കര വലുതാണ്. 10,000-20,000 പേർക്ക് ഇരിക്കുക, അത്രത്തോളം ഭയങ്കര വലിയൊരു ഓഡിറ്റോറിയമാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിനകത്ത് എന്തൊക്കെയോ വലിയ പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. അവിടെ ആ ലൈറ്റ് കാണുന്നതാണ് ഓഡിറ്റോറിയം. നൂഡിൽസ് വേണമെന്നുണ്ടായിരുന്നു, ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. പിന്നെ നൂഡിൽസ് കഴിച്ചു. ബജ്ജിയിലങ്ങ് ഒതുക്കി. ബജ്ജി കഴിച്ചതിന് ശേഷം ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളമാണ് വാങ്ങിച്ചു കുടിച്ചത്. പക്ഷേ അച്ഛനും മോനും കരിമ്പിൻ ജ്യൂസേ ഇറങ്ങത്തുള്ളൂ. എനിക്ക് ശരിക്കും ഈ സാധനമൊക്കെ കുടിക്കാൻ തോന്നിയാലേ കുടിക്കത്തുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ജ്യൂസ് അടിക്കുന്നത്. കരിമ്പ് വേണമെങ്കിൽ പച്ചക്ക് തിന്നും, അല്ലാതെ ജ്യൂസ് എനിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എൻ്റെ കൊച്ചു കുറേ നാളുകൊണ്ടേ പറയാം അവന് ചെണ്ട വേണം. ഈ കഴിഞ്ഞ ഉത്സവത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, ആ സങ്കടവും ഇപ്പോൾ തീർത്തു. ഈ ചെണ്ട 150 രൂപ പറഞ്ഞു. ഞാൻ 100 രൂപയ്ക്ക് ഉറപ്പിച്ചു. ചേട്ടാ 80 രൂപ കൊടുത്തിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ലപോലെ ബാർഗെയിൻ ചെയ്താൽ നല്ല സാധനങ്ങൾ കിട്ടും. ഇത് ശരിക്കും സ്ലൈഡ്, ഈ സ്ലൈഡിനൊക്കെ വെറും 50 രൂപയുള്ളൂ. ഉത്സവ പറമ്പിൽ നിന്നൊക്കെ വന്നതാണ് ലാഭം. സെയിം സാധനം കടയിൽ 69 രൂപയാണ് ഞാൻ കണ്ടത്. ചേട്ടന് കരിപ്പെട്ടി വേണമെന്ന് പറഞ്ഞു. പിന്നെ കരിപ്പെട്ടിയൊക്കെ വാങ്ങിച്ചു. അത് പിന്നെ തുളസിയോ ഇഞ്ചിയും അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം അടങ്ങിയതാണെന്നാണ് പറഞ്ഞത്. പറഞ്ഞു പിന്നെ ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ഒരെണ്ണം എടുത്ത് കടിച്ച് ചവച്ച് തിന്ന് അല്ലെങ്കിൽ കാപ്പിയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മുടെ സെക്കൻഡ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.